ഡൽഹിയിലെ CJP പ്രതിഷേധങ്ങൾക്കിടയിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുക, ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളും ബീഹാറിൽ AK-47 ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളുമെല്ലാം പുറത്തു വരുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, ഒരു ക്രൗഡിനെ നേരിടുമ്പോൾ അതിൻ്റെ 60% നിൽക്കുന്നത് ആ പോലീസിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ആണ് എന്ന്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ IGP ആയിരിക്കുമ്പോൾ MG കോളേജിൽ, അതുകൊണ്ടാണ് 3ാമത്തെ നിലയിൽ നിന്നും കുട്ടികൾ താഴേക്ക് ചാടാതിരിക്കാനായാണ് ഒരു പോലീസുകാരനെ പിടിച്ചു നിർത്തി ആ നിന്ന നിൽപ്പിൽ അവിടെ തന്നെ വെച്ച് സസ്പെൻഡ് ചെയ്ത് വിട്ടത്. കാരണം കൺട്രോൾ അത് സീനിയർ ഓഫീസർമാർ നിർവഹിക്കണം. അതുപോലെ സാധാരണ പോലീസിനെ നിയോഗിക്കുന്നത് അത് സെക്ഷൻ വൈസ്, ഒരു സെക്ഷനിൽ 8 മുതൽ 12 വരെ ആൾക്കാർ ഉണ്ടാകാം. സാധാരണ 10 പതിവ്. അതുപോലെ 3 സെക്ഷൻ അങ്ങനെ കൂടിയിട്ട് ഒരു പ്ലാറ്റൂൺ, അങ്ങനെ 3 പ്ലാറ്റൂൺ കൂടിയിട്ട് ഒരു കമ്പനി, അങ്ങനെ 8-10 കമ്പനികൾ കൂടിയിട്ട് ഒരു ബറ്റാലിയൻ, അതിനാണ് ഒരു SPO ഒരു കമാൻഡൻറ്റോ കമാൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഡിപ്ലോയ്മെൻറ്റ്. ആർമിയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്ഷനിൽ ഏതൊക്കെ ആയുധമെടുത്തു, എത്ര വീതം ആയുധങ്ങളുണ്ട്, എത്ര വീതം വെടിയുണ്ടകളുണ്ട്, ഇതെല്ലാം കണക്കെടുപ്പ് നടത്തിയിരിക്കണം. അതുമാത്രമല്ല, ഏതെല്ലാം വിധത്തിലുള്ള ആയുധങ്ങളാണ് കൊണ്ടുപോകുന്നത്, ഇനി അത് എപ്പോൾ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് ഓർഡർ ലഭിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. അല്ലാതെ ഏതെങ്കിലും പോലീസുകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും പാരാമിലിറ്ററിക്കാരൻ അവർക്ക് തോന്നുന്നപടി അയാളുടെ കയ്യിലുള്ള ഏതെങ്കിലും ആയുധം ഉപയോഗിച്ച് വെടി ഉതിർത്തുക എന്നത് തികച്ചും തെറ്റാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ഈ സെക്ഷൻ വൈസ് സെക്ഷൻ കമാൻഡറുണ്ട്, പ്ലാറ്റൂൺ കമാൻഡറുണ്ട്, അതുപോലെ കമ്പനി കമാൻഡറുണ്ട്. അവരുടെ കർശനമായ കൺട്രോളുകൾ ഉണ്ടായേ തീരൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾക്ക് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നത്, അങ്ങനെ നിയന്ത്രിതമായ പോലീസുകാരാണെങ്കിൽ അക്രമങ്ങൾ വളരെ കുറഞ്ഞിരിക്കും. പോലീസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഭംഗം വരുമ്പോഴാണ് പലപ്പോഴും താഴെയുള്ള ഉദ്യോഗസ്ഥർ കല്ല് പെറുക്കി എറിയുക, അതുപോലെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധങ്ങൾ പ്രയോഗിക്കുക, നിരപരാധികളെ കയ്യിൽ കിട്ടിയാലും തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രക്ഷോഭങ്ങളും അതിന് നേരിട്ട രീതികളും നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത്, ഒരിക്കൽ കൂടി സീനിയർ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡിപ്ലോയ്മെൻറ്റിന് മുമ്പായിട്ട് സെക്ഷൻ വൈസ്, പ്ലാറ്റൂൺ വൈസ്, കമ്പനി വൈസ് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും അവിടെ ഏതെല്ലാം ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നും ഏത് സ്ഥിതിയിലാണത് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ കർശനമായി കൊടുക്കുകയും ചെയ്യുകയാണ്. അതില്ലാതെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത്രയും ബുദ്ധിമുട്ടി, അത്രയും അടി വാങ്ങിക്കൂട്ടിയ അല്ലെങ്കിൽ മർദ്ദനമേറ്റ, അങ്ങനെയെല്ലാം പോലീസിനെ ആക്രമിക്കപ്പെട്ടിട്ടും ഏകദേശം പ്രക്ഷോഭകരെക്കാൾ ഇരട്ടിയിലധികം പോലീസുകാർ ആക്രമിക്കപ്പെട്ടിട്ടും പോലീസിനെതിരെ വിരൽ ചൂണ്ടപ്പെടുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇത്തരം ക്രൗഡുകളിൽ, ഇത്തരം ആൾക്കൂട്ടങ്ങളിൽ, ഇത്തരം പ്രക്ഷോഭകരിൽ വളരെയധികം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഉണ്ടാകും എന്നുള്ളത്. ഡൽഹിയിൽ തന്നെ പറയുന്നത് 2873 പേർ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. മർഡർ കേസിലും റേപ്പ് കേസിലും അതുപോലെയുള്ള വിവിധ വയലൻസ് കേസുകളിൽ പ്രതികളായവരാണ് അതിൽ നുഴഞ്ഞു കയറിയിരുന്നത് എന്നതാണ്. തീർച്ചയായിട്ടും അവരെ കർശനമായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് പിടികൂടിയേ പറ്റൂ. അവർക്കെതിരെയുള്ള കേസുകളൊന്നും റദ്ദാക്കാനും പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് കർശനമായി ഏതായാലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്, എല്ലാ സൈഡും കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു, ഉന്നത ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും ഈ ഡിപ്ലോയ്മെൻറ്റ് കൃത്യമായിട്ട് നടപ്പാക്കുകയും അതോടൊപ്പം തന്നെ താഴെ തട്ട് മുതൽ സെക്ഷൻ കമാൻഡർ മുതൽ ഓരോ സെക്ഷനും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അതാത് സെക്ഷൻ കമാൻഡർമാർ ഉറപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ
പോലീസിൻ്റെ ഉദ്ദേശിച്ച ഫലം ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ പലപ്പോഴും ഒരു ക്രൗഡിനെ മറ്റൊരു ക്രൗഡ് എതിരിടുന്ന പോലെ, ഒരു അക്രമി സംഘത്തെ മറ്റൊരു അക്രമി സംഘം എതിരിടുന്ന പോലെ ആയിത്തീരും പോലീസ് ആക്ഷൻ. അതല്ലാതിരിക്കാനായിട്ട് പോലീസ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്.